പ്രിയകാരണ സുഹൃത്തുക്കളെ, എല്ലാവർക്കും കേരള ടെക്സ്റ്റ് ബുക്കിലേക്ക് സ്വാഗതം. PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുവാൻ ഓൺലൈൻ ക്ലാസ്സുകളാണോ ഓഫ്ലൈൻ ക്ലാസ്സുകളാണോ നല്ലത്? ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് നല്ലത് എന്ന് കുറേയധികം പേര് പറയും. ഓൺലൈൻ ക്ലാസ്സുകളാണ് നല്ലതെന്ന് കുറേയധികം പേര് പറയും. പക്ഷെ യഥാർത്ഥത്തിൽ രണ്ട് തരത്തിലുള്ള ക്ലാസ്സുകൾക്കും ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്. അത് ഓരോ വ്യക്തിയെ കേന്ദ്രീകരിച്ചിരിക്കും. ഞാൻ വ്യക്തമായി തരാം. ഒരു PSC ജോലി വേണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ ഉദ്യോഗാർത്ഥി ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും പ്രയോജനപ്പെടുത്തും, മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ഓഫ്ലൈൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ആഴ്ചയിൽ 3 തൊട്ട് 5 വരെ ക്ലാസ്സുകൾ കിട്ടും, അല്ലെ? ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റ് തീർച്ചയായിട്ടും ലഭിക്കും. പക്ഷെ അതിന്റെ കണ്ടിന്യൂഷൻ ചിലപ്പോ ഒരാഴ്ചയോ 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ക്ലാസ് കിട്ടുക. പക്ഷേ ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് ചെയ്യും? മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് എക്സാം നടത്തും. മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടുള്ള എക്സാമിന് പഠിച്ചിട്ട് വന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇമ്പോസിഷൻ കിട്ടും. അത് നല്ലതിന് വേണ്ടിയിട്ടാണ്, അത് മെച്ചപ്പെട്ട ഒരു ഏർപ്പാടാണ്, അല്ലെ? എങ്കിലല്ലേ നമ്മൾ പഠിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കും, പഠിച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യും. അപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഓഫ്ലൈൻ ആണെങ്കിൽ നോ പ്രോബ്ലം. ഇനി ഓൺലൈൻ ആണെങ്കിലോ, ഓൺലൈനിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഡേറ്റ് നമുക്ക് കിട്ടും, അല്ലെ? സ്വാഭാവികമായിട്ട് ഇന്നത്തെ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ നാളെ തന്നെ കിട്ടും. ടോപ്പിക്ക് അധ്യാപകർ പഠിപ്പിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഓഫ്ലൈനിൽ അങ്ങനെ സിലബസ് പൂർണ്ണമായിട്ട് അധ്യാപകർ കൊണ്ട് പഠിപ്പിച്ചു തീർക്കാൻ പറ്റില്ല. മറിച്ച് എന്ത് ചെയ്യും? ടെസ്റ്റ് വർക്കിലൂടെയും നോട്ട് അസൈൻ ചെയ്ത് എക്സാമിലൂടെയൊക്കെ എന്ത് ചെയ്യും? നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ള, ജോലി വേണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഒരുപോലെ തന്നെയാണ്. പക്ഷേ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം, മറ്റാരുടെയെങ്കിലും നിർബന്ധപ്രകാരം ഒരാൾ വന്നിരിക്കുകയാണെങ്കിൽ അവന് പഠിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അവന് ഓൺലൈൻ ആണെങ്കിൽ ക്ലാസ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അവൻ്റെതായ സ്വതന്ത്രമായ അദ്ദേഹത്തിന്റെ ചിന്തയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വർക്ക് ചെയ്യുകയോ അദ്ദേഹത്തിന് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യും. ചിലപ്പോൾ യൂട്യൂബ് വീഡിയോസ് കാണുന്നതാകാം, റീൽസ് കാണുന്നതാകാം. ഓക്കെ, കാരണം മറ്റുള്ളവരുടെ താല്പര്യപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം അല്ലല്ലോ. താല്പര്യമില്ലായ്മ കൊണ്ട് ഓൺലൈൻ ക്ലാസ് ഒക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും പ്രയോജനം ഉണ്ടാവില്ല. 2, ഇതേ പഠിക്കാൻ താല്പര്യമില്ലാത്ത ഒരു കുട്ടി ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ അവിടുത്തെ കൃത്യമായ നിഷ്ഠ കാരണം എന്ത് ചെയ്യും? പഠിച്ചുകൊണ്ട് വരും. ആദ്യത്തെ 2 ആഴ്ച ഉഴപ്പിയാലും 3-ാമത്തെ ആഴ്ച തൊട്ട് എന്ത് ചെയ്യും? അവൻ പഠിക്കും. ഇല്ലെങ്കിൽ അവിടെയുള്ള അധ്യാപകര് അവരെ പഠിപ്പിക്കും. കാരണം എന്താ? പരീക്ഷ എഴുതണം, നിർബന്ധമാണ്, ഇല്ലെങ്കിൽ ക്ലാസ്സിൽ കയറ്റില്ല. ക്ലാസ്സിൽ കയറ്റായിരുന്നു വീട്ടിൽ പറയാൻ പറ്റൂലല്ലോ. അപ്പൊ ക്ലാസ്സിൽ കയറാൻ വേണ്ടിയിട്ടെങ്കിലും അവൻ പഠിക്കും. അങ്ങനെ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? ആ ട്രാക്കിലേക്ക് വരും. ട്രാക്കിലേക്ക് വന്നാൽ പിന്നെ ഓക്കെയാണ്, കുഴപ്പമില്ല. അപ്പോ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും പഠിക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കുള്ള റിസോഴ്സ് എല്ലാം എല്ലായിടത്തുമുണ്ട്. ഇനി ഓഫ്ലൈനിൽ പോയി പഠിക്കാൻ കഴിയാത്തവരുണ്ടാകാം, ജോലി തിരക്ക് കാരണമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പഠിക്കുന്നവരാകാം, അല്ലെങ്കിൽ വീട്ടിലെ കുട്ടികളെ നോക്കണം, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാകാം. അവർക്ക് ഓൺലൈൻ ആണ് ബെറ്റർ ചോയ്സ്. പക്ഷെ വീണ്ടും ഒരു കാര്യം പറയുന്നു, നമ്മുടെ താല്പര്യം പോലെ ഇരിക്കുന്നു. എനിക്ക് പഠിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, എനിക്ക് 3 മണിക്കൂർ കിട്ടുന്നുള്ളൂ. ആ 3 മണിക്കൂർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ക്ലാസ്സുകൾ കാണുന്നു, നമ്മൾ സ്വയം വർക്കൗട്ട് ചെയ്യുന്നു, പരമാവധി മോഡൽ എക്സാംസോ അറ്റൻഡ് ചെയ്യുന്നു, അല്ലെ? പരമാവധി ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു, PYQസോ മോഡൽ ക്വസ്റ്റ്യൻസോ ഒക്കെ വർക്കൗട്ട് ചെയ്യുന്നു, അല്ലെ? അപ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ താല്പര്യത്തിനാണ് അവിടെ പ്രാധാന്യം. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു കോഴ്സും അറ്റൻഡ് ചെയ്യാം, അല്ലെ? അത് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ. ഇനി ഓൺലൈന് ചിലവ് കൂടുതലാണോ? ചിലവ് കൂടുതലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം ഉറപ്പായിട്ട് നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ കാണാനായിട്ട് മൊബൈൽ ഡേറ്റ ആവശ്യമാണ്, അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് ആവശ്യമാണ്, അല്ലെ? ഇനി ഓഫ്ലൈൻ ആണെങ്കിൽ ഓൺലൈൻ അപേക്ഷിച്ച് ചിലപ്പോൾ ഫീസ് കൂടുതലായിരിക്കാം. അതോടൊപ്പം ട്രാവലിംഗ് എക്സ്പെൻസ് വേണ്ടി വരും. പക്ഷെ അവിടെ മൊബൈൽ ഡേറ്റ വേണമെന്നില്ല. പിന്നെ സ്റ്റഡി നോട്ടൊക്കെ ചിലപ്പോൾ വാട്സപ്പിലായിരിക്കും അയക്കുക, അതിന് വേണ്ടി വരും. അപ്പോൾ ചിലവ് താരതമ്യപ്പെടുത്തി പഠിക്കുന്നതിൽ അർത്ഥമില്ല.
നമുക്ക് എത്രത്തോളം പെട്ടെന്ന് സിലബസ് പഠിച്ചു തീർക്കാൻ പറ്റുമോ അത്രത്തോളം പഠിച്ചു തീർക്കുക, എത്രയും വേഗം സ്വപ്ന ജോലിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുക. ഇപ്പോ നമ്മുടെ കേരള ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, നിങ്ങൾക്ക് അറിയാം. പക്ഷേ പഠിക്കാൻ താല്പര്യമില്ലാത്ത ഒരാള് ഈ കേരള ടെക്സ്റ്റ് ബുക്കിന്റെ പെയ്ഡ് ക്ലാസ് പർച്ചേസ് ചെയ്താൽ പോലും ജോലി കിട്ടാൻ ഒരു നിർബന്ധവുമില്ല, ഒരു ചാൻസും ഇല്ല, അല്ലേ? കാരണം ഓൺലൈൻ ആണ്, അപ്പൊ ദൂരെ ഇരുന്നുകൊണ്ടാണ് പഠിപ്പിക്കുക. അതേപോലെ പഠിപ്പിക്കാൻ മാത്രമേ കഴിയുള്ളൂ. പഠിക്കാൻ പറയാം, പക്ഷെ പഠിക്കണമെങ്കിൽ ആര് തീരുമാനിക്കണം? ഉദ്യോഗാർത്ഥികൾ തീരുമാനിക്കണം. ശരിയല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കുള്ള എല്ലാ റിസോഴ്സസും ഉണ്ട്. ഇപ്പൊ നിലവില് നമ്മുടെ കേരള ടെക്സ്റ്റ് ബുക്ക് പ്ലാറ്റ്ഫോമില് കുറേ കോഴ്സുകൾ ഇപ്പൊ നിലവിലുണ്ട്. പ്രധാനമായിട്ടും പുതുതായിട്ട് ഏപ്രിൽ 15-ാം തീയതി തൊട്ട് പുതിയൊരു കോഴ്സ് ആരംഭിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയുവാനായിട്ട് കഴിയും. നോക്കിയേ, ഇപ്പൊ നിലവില് പ്രധാനപ്പെട്ട 2 കോഴ്സുകളുണ്ട്. ഏതൊക്കെയാണ്? ആ നിലവില് പോകുന്ന 2 കോഴ്സുകൾ, അത് കംപ്ലീറ്റഡ് കോഴ്സ്, ഡിഗ്രി ലെവൽ കംപ്ലീറ്റഡ് കോഴ്സും അതോടൊപ്പം റിവിഷൻ കോഴ്സും ഒരുമിച്ച് നിങ്ങൾക്ക് രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാം 1999 രൂപയ്ക്ക്. 10th ലെവൽ കോഴ്സ് കംപ്ലീറ്റഡ് കോഴ്സ് കൊണ്ട്, അതായത് സിലബസ് പൂർണ്ണമായി കവർ ചെയ്യുന്ന കോഴ്സ് കൊണ്ട് അതോടൊപ്പം റിവിഷൻ കോഴ്സ് കൊണ്ട്, റിവിഷൻ എക്സാമിന്റെ കോഴ്സും രണ്ടും കൂടെ ചേർത്തിട്ട് 999 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഏപ്രിൽ 15-ാം തീയതി ആരംഭിക്കുന്ന പുതിയ കോഴ്സാണ് ഗോപുരം എന്ന പേരിൽ ദേവസ്വം ബോർഡ് LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് 36 തസ്തികയ്ക്ക് വേണ്ടി നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? അപ്പോ 899 രൂപയ്ക്ക് നിങ്ങൾക്ക് രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാം. ഇനി സിവിൽ പോലീസ് ഓഫീസർക്ക് തയ്യാറെടുക്കുന്നവർക്ക് 599 രൂപയ്ക്ക് രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. സിവിൽ പോലീസ് ഓഫീസർ ആണെങ്കിൽ നിങ്ങൾക്ക് 599 രൂപയ്ക്ക് രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും. ഫയർമാൻ പരീക്ഷയ്ക്കാണെങ്കിൽ രാജേഷ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് 499 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇത്തരം അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൃത്യമായി പഠിച്ചുറപ്പിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പഠിച്ചെടുക്കുവാനായിട്ട് കഴിയും. Be happy always. Bye.